നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ നിരന്തരമായി നമുക്ക് മുമ്പിൽ എത്തിക്കുന്ന നിരുത്തരവാദിത്തപരമായ വാർത്തകളെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുന്ന വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി കാണിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ എത്തിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ ഒന്നോ രണ്ടോ ദിവസം അത് അവർ ആഘോഷിക്കും. അതിനുശേഷം ആ വാർത്തകൾക്കൊരു തുടർച്ച നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ടിട്ടുണ്ടോ? ആ വാർത്തകളൊക്കെ പിന്നെ എവിടെ പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെറും സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. മാധ്യമധർമ്മം രണ്ടാമതോ മൂന്നാമതോ ആയി മാത്രം പരിഗണിക്കുന്ന ഒന്നാണ് എന്നാണ്. അതുപോലെ തന്നെ ചില ആളുകളെ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നത് ചില മാധ്യമങ്ങളുടെ സ്ഥാപിത ലക്ഷ്യമാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലാണ് ചില വാർത്തകളൊക്കെ വരുന്നത്. നമുക്കറിയാം, ഇവർ തെറ്റായ ഒരു വാർത്ത പടച്ചുവിട്ടാൽ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ക്ഷമാപണം നടത്തി അവർ കൈ കഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇവർക്കെതിരെ നിയമ നടപടിക്ക് മുതിരുകയുമില്ല. ഇന്ന് മാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത ഓരോ ദിവസവും എത്രണ്ണം വരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതിനേക്കാൾ എളുപ്പം ശരിയായ വാർത്ത എത്രണ്ണം ഉണ്ട് എന്ന് നോക്കുന്നതായിരിക്കും. കാരണം അത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഇന്ന് ഇത്തരം മാധ്യമങ്ങളാൽ വഞ്ചിക്കപ്പെടുന്നത്, പറ്റിക്കപ്പെടുന്നത് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ്. നമ്മളെ വിലപ്പെട്ട സമയം, സമ്പത്ത് എല്ലാം അവർ കവരുകയാണ്. എന്നിട്ട് അവർ നമ്മളെ മുമ്പിൽ എത്തിക്കുന്നത് അവർ പടച്ചുണ്ടാക്കുന്ന തെറ്റായ വാർത്തകളാണ്. ഈ തെറ്റായ വാർത്തകൾ തൽക്കാലം വിശ്വസിക്കേണ്ട ഗതികളിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ നമ്മൾ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ഇത്തരക്കാരുടെ കാൽക്കീഴിൽ ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്കായിരിക്കും നാളെ ഭാവി കേരളം പോകുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.